ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ നമ്മുടെ ഓണപരീക്ഷയ്ക്ക് ഏതൊക്കെ പാഠങ്ങളാണ് വരുന്നത് എന്നാണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. ആദ്യമായിട്ട് നിങ്ങൾക്ക് EVS പരിസര പഠനത്തിലുള്ള പാഠങ്ങൾ. ഒന്നാമത്തെ പാഠമുണ്ട് ഹരിതഭൂമി, അതായത് ഗ്രീൻ എർത്ത്. പിന്നെ ജന്തുലോകത്തേക്ക്, അതായത് ടു ദ വേൾഡ് ഓഫ് ആനിമൽസ്. പിന്നെ ജലവും മണ്ണും, വാട്ടർ ആൻഡ് സോയിൽ. അതിലെ കുറച്ച് പോർഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാം, ഒരു പകുതി പോർഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും പാഠങ്ങളാണ് EVSൽ നിങ്ങൾ പഠിച്ചു പോവേണ്ടത്. ഇനി ഇംഗ്ലീഷിൽ നിങ്ങൾക്കുള്ളത് 2 യൂണിറ്റാണ്. ടെൻഡർ ടച്ച് എന്നുള്ള ഫസ്റ്റ് യൂണിറ്റും പിന്നെ ഫെസ്റ്റീവ് ഫൺ എന്നുള്ള സെക്കൻഡ് യൂണിറ്റും. അപ്പോൾ അതിൽ നമ്മൾ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസിലും കാര്യങ്ങളിലുള്ള ഗ്രാമറിൻ്റെ ആക്ടിവിറ്റീസ് ഇല്ലേ, ആ ഗ്രാമർ വർക്കൊക്കെ കറക്റ്റായിട്ട് പഠിച്ചു പോവുക. പിന്നെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് പുറത്തുനിന്നുള്ളൊരു പോർഷൻ തന്നിട്ട് ഒരു പാരഗ്രാഫ് തന്നിട്ട് ആ പാരഗ്രാഫ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും 1 വേർഡ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായിട്ട് മാത്സിൽ നിങ്ങൾക്കുള്ളത് ഒന്ന് രൂപങ്ങൾ വരയ്ക്കാം, ലെറ്റ്സ് ഡ്രോ എന്നുള്ള ചാപ്റ്റർ ഉണ്ട്. പിന്നെ സംഖ്യകൾ കൂട്ടുകാർ, നമ്പേഴ്സ് ആർ അവർ ഫ്രണ്ട്സ് എന്നുള്ള ചാപ്റ്റർ ഉണ്ട്. 1000 തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് എന്നുള്ള ചാപ്റ്റർ ഉണ്ട്. പിന്നെയോ കൂട്ടുകൂടാം, ലെറ്റ്സ് ജോയിൻ ടുഗെദർ എന്നുള്ള പാഠവും ഉണ്ട്. ഈ ലെറ്റ്സ് ജോയിൻ ടുഗെദർ എന്നുള്ളതിലെ ഒരു പകുതി പോർഷൻസ് നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണെങ്കിലും എത്ര എടുത്തിട്ടുണ്ടോ സ്കൂളിൽ അത്രയും നന്നായിട്ട് പഠിച്ചു പോവുക. അപ്പോൾ ഈ 4 ചാപ്റ്റേഴ്സാണ് മാത്സിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത്. അടുത്തതായിട്ട് മലയാളത്തിൽ നമുക്ക് 2 യൂണിറ്റുകളാണുള്ളത്. ഒന്നാമത്തെ യൂണിറ്റായിട്ടുള്ള കനകച്ചിലങ്ക. ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളെല്ലാം എന്ത് ചെയ്യുക, നല്ല പോലെ വായിക്കുക. അതിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ കണ്ട് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ട് പലഹാരപ്പൊതി എന്നുള്ള 2ാമത്തെ യൂണിറ്റും നിങ്ങൾക്കുണ്ട്. അതിൽ നിന്ന് ഒരു പകുതി ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ ഒഴിച്ച് ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ആ യൂണിറ്റിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും പാഠങ്ങളാണ് നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ ഓണപരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ വരാവുന്ന പാഠങ്ങൾ. അതെല്ലാം എന്ത് ചെയ്യുക, നല്ലതുപോലെ വൃത്തിയായിട്ട് പഠിച്ചു പോവുക. നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്റേഴ്സ് എല്ലാം വീഡിയോസായിട്ട് എല്ലാ വർക്കുകളും ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ചാനലിൽ. വീഡിയോ കണ്ടു നോക്കുക. STD 3 2024 എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം കിട്ടുന്നതാണ്. അതെല്ലാം കണ്ടു നോക്കുക കേട്ടോ.